ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാൽ അവൾ വലയുകയായിരുന്നു. ജീവിതം ഒരു ചോദ്യചിഹ്നം പോലെ മുന്നിൽ നിന്നു. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായെങ്കിലും രോഗങ്ങൾ കാരണം അവൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് കന്യാകുമാരിയിലെ തുകലെ സ്വദേശിനിയായ ആ 27 വയസ്സുകാരി രോഗശാന്തി തേടി മേക്കെ മണ്ഡപം പ്രദേശത്തെ ഫുൾ ഗോസ്പൽ പന്തക്കോസ് പള്ളിയിലേക്ക് എത്തിയത്. ബന്ധുക്കൾ വഴിയാണ് അവൾ പാണ്ടി വിലയിലെ പാസ്റ്റർ റെജിമോൻ എന്നയാളുടെ പള്ളിയിലെത്തിയത്. ഒരു പുരോഹിതനിൽ, ദൈവത്തിന്റെ പ്രതിപുരുഷനിൽ അവൾ പ്രതീക്ഷയർപ്പിച്ചു. ആദ്യമൊക്കെ പ്രാർത്ഥനയും ആശ്വാസ വാക്കുകളുമായിരുന്നു. പിന്നീട് പാസ്റ്റർ റെജിമോൻ പതിയെ തന്റെ കൗശലം പുറത്തെടുത്തു. വരുമാനത്തിന്റെ 10% പള്ളിക്ക് നൽകിയാൽ ശാരീരികമായ രോഗങ്ങൾ ഭേദമാക്കുമെന്നായിരുന്നു ആദ്യത്തെ ആവശ്യം. നിഷ്കളങ്കമായി അത് വിശ്വസിച്ച അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന പണം നൽകി. പിന്നീട് പ്രത്യേക പ്രാർത്ഥനയിലൂടെ രോഗശാന്തി നൽകാമെന്ന് പാസ്റ്റർ അവകാശപ്പെട്ടു. അവിടെയാണ് ആ ഇരുണ്ട നിമിഷം അവളെ കാത്തിരുന്നത്. പ്രാർത്ഥനവേള എന്ന് പറഞ്ഞ് പാസ്റ്റർ റെജിമോൻ അവളെ തന്റെ അടുത്തേക്ക് വിളിച്ചു. അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. ഒരു നിമിഷം അവന്റെ കണ്ണുകളിൽ എന്തോ ഒരു തിളക്കം അവൾ കണ്ടു. നിന്റെ രോഗങ്ങളുടെയെല്ലാം കാരണം നിന്റെ ഭർത്താവിന്റെ ബീജമാണ്, പാസ്റ്റർ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവൾ ഞെട്ടി കണ്ണുമിഴിച്ച് അവനെ നോക്കി. അതിന് വിഷാംശമുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. ഈ വിഷം നീക്കിയില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും സുഖം കിട്ടില്ല. അവന്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഭയം നിറച്ചു. തന്റെ രോഗത്തിന് ഇങ്ങനെയൊരു കാരണമുണ്ടെന്ന് അവൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അവൻ തുടർന്നു, ഈ വിഷം നീക്കാനുള്ള ഒരേയൊരു വഴി എൻ്റെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ്. ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. എന്നിലൂടെ നിനക്കും രോഗശാന്തി ലഭിക്കും. അവൻ വാക്കുകൾ പൂർത്തിയാക്കും മുൻപേ അവന്റെ കൈകൾ അവളുടെ ശരീരത്തിലേക്ക് നീണ്ടു. ആ ഞെട്ടലിൽ നിന്ന് ഉണർന്ന അവൾ തന്റെ എല്ലാ ശക്തിയുമെടുത്ത് അവനെ തള്ളി മാറ്റി. വിശ്വാസത്തിന്റെ മറവിൽ നടന്ന ആ നീചമായ വാഗ്ദാനം അവളെ തളർത്തിയില്ല. പകരം അവളിൽ അഗ്നി ജ്വലിച്ചു. അവൾ ധൈര്യം സംഭരിച്ച് ആ നീക്കത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ടു. ഒട്ടും താമസിച്ചില്ല. ഭയന്ന് ഒതുങ്ങിയിരിക്കാൻ അവൾ തയ്യാറായിരുന്നുമില്ല. തുകലെ പോലീസ് സ്റ്റേഷനിലേക്ക് അവൾ നേരെ നടന്നു. തന്റെ നേർക്കുണ്ടായ ക്രൂരമായ അനുഭവം അവൾ പോലീസിനോട് വിവരിച്ചു. പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിയ പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. നിമിഷങ്ങൾക്കകം കാര്യങ്ങൾ വ്യക്തമായി. ഒടുവിൽ 2025 ജൂൺ 26 ആ പാസ്റ്റർ റെജിമോനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശ്വാസത്തിന്റെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ദുഷ്പ്രവണതകൾക്ക് ഒരു തിരിച്ചടിയായിരുന്നു ആ അറസ്റ്റ്. അവനെ കോടതിയിൽ ഹാജരാക്കുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. ഈ സംഭവം സമൂഹത്തിൽ വലിയ ഞെട്ടലും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. വിശ്വാസത്തെ ദുരുപയോഗം ചെയ്ത് ആളുകളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം വ്യക്തികൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ഉയർന്നു കഴിഞ്ഞു. വിശ്വാസത്തിന്റെ പേരിൽ ആരും വഞ്ചിക്കാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം ചൂഷകരിൽ നിന്ന് രക്ഷ നേടാൻ സമൂഹം ജാഗ്രത പുലർത്തുക എന്നത് പ്രധാനമാണ്. അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുക. രോഗശാന്തിയുടെ പേരിലോ മറ്റ് അത്ഭുതങ്ങളുടെ പേരിലോ അശാസ്ത്രീയമായ കാര്യങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം കാണിക്കണം. മറ്റൊന്ന്, വിശ്വാസത്തെയും ചൂഷണത്തെയും വേർതിരിക്കുക എന്നതാണ്. യഥാർത്ഥ വിശ്വാസം ആരെയും ചൂഷണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല. സാമ്പത്തികമായോ ശാരീരികമായോ ലൈംഗികമായോ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെ കരുതിയിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിവ് നേടുക എന്നതാണ്. ശരിയായ മതപഠനവും ശാസ്ത്രീയമായ അറിവും ഇത്തരം ചൂഷണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കും. സംശയങ്ങൾ പങ്കുവയ്ക്കുക എന്നതാണ് മറ്റൊരു കാര്യം. എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ വിശ്വസ്തരായവരുമായി അല്ലെങ്കിൽ അധികാരികളുമായി സംസാരിക്കാൻ ഒരിക്കലും മടിക്കരുത്. ചൂഷണത്തിന് ഇരയായാൽ ഒരു നിമിഷം പോലും വൈകാതെ പോലീസിലോ മറ്റ് നിയമ സ്ഥാപനങ്ങളിലോ പരാതി നൽകുക. ഭയന്ന് പിന്മാറുന്നത് ചൂഷകർക്ക് വളമാകാനേ ഉപകരിക്കുള്ളൂ. ഈ യുവതി കാണിച്ച ധൈര്യം ഒരു മാതൃകാപരമായ കാര്യമാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അവൾ തുടരുകയാണ്. ഇത്തരം ദുഷ്ടശക്തികളിൽ നിന്ന് വിശ്വാസത്തെ എങ്ങനെ സംരക്ഷിക്കും എന്നതാണ് ഇപ്പോൾ സമൂഹം ചോദിക്കുന്ന വലിയ ചോദ്യം. ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ കൺമുന്നിലും അരങ്ങേറുന്നുണ്ടാകും. ഈ വിഷയങ്ങളോടെല്ലാം നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുവാൻ പോകുന്നത്? ആത്മാർത്ഥമായി ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?